ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മളിപ്പം ഒരു ജോബ് പ്രൊഫൈൽ സീരീസ് ഒക്കെ കറന്റ് റൺ ചെയ്തുകൊണ്ട് പോകണല്ലേ. അപ്പൊ അതിൽ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD ഇലക്ട്രോണിക്സ് വിങ്ങിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിന്റെ ജോബ് പ്രൊഫൈലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ആസ് പെർ PWD മാൻ. അപ്പൊ നമുക്കറിയാം PWD എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുന്ന കാലയളവിലാണല്ലേ. ഇത് കഴിഞ്ഞ പ്രാവശ്യം 80% ഇലക്ട്രിക്കൽ 20% ആയിരുന്നു ഇലക്ട്രോണിക്സ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഇതിന്റെയൊക്കെ സിലബസ് ചേഞ്ച് ആവുന്ന രീതിയിലൊക്കെ പലരും പറയുന്നത് കേട്ടു. ഇനി ഇതിന്റെ നമുക്ക് ഫൈനൽ അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് കൂടുതലായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം 80-20 ആയിരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അത് ചേഞ്ച് ആവുന്ന രീതിയിൽ പറയുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അസിസ്റ്റന്റിന്റെ ഇലക്ട്രോണിക്സിലേക്കുള്ള PWD ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജോബ് പ്രൊഫൈലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. നമുക്കെന്നാ കണ്ടന്റോട്ട് പോവാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്. അപ്പൊ 7 മാർക്ക് PWD ഡിപ്പാർട്ട്മെന്റിൽ പൊതുവായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ആ കറസ്പോണ്ടിങ് ഏതൊക്കെയാണെന്ന് എല്ലാവരും പറയാം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത് 202.10 എന്ന് പറയുന്ന പോയിന്റ് അതാണ് പറഞ്ഞേക്കുന്നത്. അതിൽ ഏതൊക്കെയാണ് അപ്ലിക്കബിൾ എന്ന് എല്ലാവരും പറയാം. അത് കൂടാണ്ട് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇലക്ട്രോണിക്സ് വിങ്ങിലേക്ക് ചെയ്യേണ്ട പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. ഒരു 15 ഡ്യൂട്ടീസ് ഉണ്ട്. അത് നമുക്ക് ഏറ്റവും ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഈ ഇലക്ട്രോണിക്സ് വിങ്ങിൽ ചെയ്യേണ്ട മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ് റിലേറ്റിംഗ് ടു ദി ഇലക്ട്രോണിക്സ് വർക്ക്സ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് വർക്ക്സ്. അതായത് നമ്മളൊരു ഇലക്ട്രോണിക് വർക്ക്സ് അവിടെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എസ്റ്റിമേഷൻ തയ്യാറാക്കുക. പിന്നെ അത് കൂടാണ്ട് ഞാൻ ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി എയ്ക്കാണുള്ളത്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ എന്താ, മെയിൻറ്റെയിനിങ് ആൻഡ് റിപ്പയറിംഗ് ഓഫ് IT എക്യുപ്മെന്റ്സ് റിലേറ്റഡ് ടു GIS, RMS, FMS ആൻഡ് വിങ്സ്. മെയിൻ ആയിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഒരു എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. പിന്നെന്താ, സൂപ്പർവൈസ് ദ വർക്ക്സ് ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ബിൽസ്. അതായത് നമുക്കിപ്പോ ഇലക്ട്രോണിക്സ് വർക്കുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കിന്റെ നമ്മളാണ് സൂപ്പർവൈസ് ചെയ്യേണ്ടി വരിക. അത് കൂടാണ്ട് അതിന്റെ ബിൽസ് ഉണ്ടെങ്കിൽ നമ്മളത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമ്മളത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും, ആ ഒരു ബിൽസും കാര്യങ്ങളൊക്കെ. പിന്നെന്താ, ഗൈഡിങ് ആൻഡ് കൺട്രോളിംഗ് ദ ഇൻസ്റ്റാളേഷൻ, സർവീസിംഗ് സ്റ്റേഷൻസ്, പബ്ലിക് അഡ്രസ് ഇൻസ്റ്റാളേഷൻസ്. അതായത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സർവീസ് സ്റ്റേഷനും അതേപോലെ പബ്ലിക് അഡ്രസ്, പബ്ലിക് അഡ്രസ് സംവിധാനങ്ങളെല്ലാം എന്ത് ചെയ്യാം, നമ്മളത് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞ 4-മത്തെ പോയിന്റ്. 5-മത്തെ പോയിന്റ് എന്താ, ഗൈഡിങ് ആൻഡ് കൺട്രോളിംഗ് ദ സ്റ്റാഫ് ഓഫ് ഹിസ് സെക്ഷൻ. അതായത് ഇപ്പൊ നമ്മളൊരു അണ്ടറിലുള്ള സ്റ്റാഫിനെ നമ്മൾ ഗൈഡ് ചെയ്യേണ്ടി വരും, അതുകൂടാണ്ട് കൺട്രോൾ ചെയ്യേണ്ടി വരും. മെയിൻ ആയിട്ട് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഒക്കെയാണ് വരുന്നുണ്ടാവുക. നമുക്ക് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ജോബ് പ്രൊഫൈൽ നമ്മൾ ചെയ്യാം കേട്ടോ. പിന്നെന്താ, ഇൻസ്പെക്ഷൻ ഓഫ് കമ്മ്യൂണിറ്റി ലിസണിംഗ് സെന്റേഴ്സ് ആൻഡ് അതർ എക്യുപ്മെന്റ്സ് ആൻഡ് ഇൻസ്റ്റാളേഷൻസ് അക്കോർഡിംഗ് ടു ദി ഇൻസ്ട്രക്ഷൻസ്. അതേപോലെ നമ്മളെ കമ്മ്യൂണിറ്റി ലിസണിംഗ് സെന്ററും അതുമായി റിലേറ്റ് ചെയ്ത എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കറക്റ്റ് ആയിട്ട് ഇത് ഇൻസ്പെക്ട് ചെയ്യണം. ഓക്കെ, അതാണ് 6-മത്തെ പോയിന്റ്. 7-മത്തെ പോയിന്റോ, നിങ്ങൾക്കിത് റീഡിംഗ് ഇഷ്യൂ ഉണ്ടോ? നമ്മൾ ആ ഒരു സ്ലൈഡ് സെറ്റ് ചെയ്തതിൽ വന്നൊരു ഇഷ്യൂ നോക്കാം നമുക്ക്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക്സ് അമംഗ് ദി സ്റ്റാഫ് ആൻഡ് ടേക്കിംഗ് അപ്പ് വർക്ക്സ് ഹിംസെൽഫ് വെനെവർ നെസസറി. അതായത് നമ്മളൊരു വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ, നമ്മുടെ അണ്ടറിലുള്ള സ്റ്റാഫിനൊക്കെ എന്താ നമ്മൾ കൃത്യമായിട്ട് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എക്സ്ട്രാ ഡ്യൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ എന്താ അത് ചെയ്യേണ്ടി വരുന്ന രീതിയിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 7-മത്തെ പോയിന്റ്. 8-മത്തെ പോയിന്റ് എന്താ, മെയിൻ്റെനൻസ് ഓഫ് ബഫർ സ്റ്റോക്ക് ആൻഡ് ടൂൾസ് ആൻഡ് പ്ലാൻ ഇൻക്ലൂഡിംഗ് ദ പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ് ആൻഡ് എക്യുപ്മെന്റ്സ്. അതായത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ എക്യുപ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 9-മത്തെ, പ്രിപ്പറേഷൻ ആൻഡ് പ്രോംപ്റ്റ് സബ്മിഷൻ ഓഫ് പീരിയോഡിക്കൽ ആൻഡ് MS അക്കൗണ്ട്സ്. അതായത് നമ്മൾ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് പ്രിപ്പയർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. അതായത് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എസ്റ്റിമേറ്റ് പോലെയുള്ള സംഭവങ്ങൾ. ഓക്കെ, അതാണ് 9-മത്തെ പോയിന്റ്. ആ ഒരു സബ്മിഷൻ പീരീഡിന്റെ ഉള്ളിൽ തന്നെ നമ്മളത് സബ്മിറ്റ് ചെയ്യണം. റെക്കമെൻഡേഷൻ ഓഫ് അൺസർവീസബിൾ റേഡിയോസ്, ഓഡിയോ വിഷ്വൽ എക്യുപ്മെന്റ്സ് ആൻഡ് ആക്സറീസ് ഫോർ ഡിസ്പോസൽ. അതായത് സർവീസ് ചെയ്യാൻ, അതിപ്പം നിലവിൽ വർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ, അതായത് റേഡിയോസ്, അതേപോലെ റേഡിയോ വിഷ്വൽ എക്യുപ്മെന്റ്സ്, അതൊക്കെ എന്താ നമ്മളത് ഒഴിവാക്കുക. ഓക്കെ, അതിനെ ഒഴിവാക്കാൻ വേണ്ടി എന്താ റെക്കമെൻഡേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അസിസ്റ്റിംഗ് ദി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻ ദി കളക്ഷൻ ഓഫ് ഡ്യൂസ് ഫ്രം പഞ്ചായത്ത്, അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് നമ്മൾ പഞ്ചായത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനോ നമുക്ക് എന്തെങ്കിലും കുടിശ്ശിക എന്തെങ്കിലും അതിനെന്താ അതിന്റെ കളക്ഷന് വേണ്ടിയിട്ട് എന്താ നമ്മൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെ സഹായിക്കേണ്ടി വരും. അസിസ്റ്റിംഗ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ് ഓഫ് ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് IT എക്യുപ്മെന്റ്സ് ആൻഡ് സ്പെയർ പാർട്സ്. അതായത് എസ്റ്റിമേറ്റ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെ
സഹായിക്കേണ്ടി വരും. അതായത് കുറച്ച് എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിൽ. ഇനി അതർ ഡ്യൂട്ടീസ് അസൈൻ ടു ഹിം ബൈ സുപ്പീരിയർ ഓഫീസർ എന്ത് ഡ്യൂട്ടീസ് വന്നു കഴിഞ്ഞാൽ അതെന്താ ഏറ്റെടുക്കേണ്ടി വരും. ഓക്കെ. കോർഡിനേറ്റ് ദ ഇ ഗവേണൻസ് ആക്ടിവിറ്റീസ് ഇൻ ദി ഡിപ്പാർട്ട്മെന്റ് അറ്റ് ദി ഡിസ്ട്രിക്ട് ലെവൽ. അതായത് ജില്ലാതലത്തിലുള്ള ഇ ഗവേണൻസ് വർക്കുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ, ഇതെന്താ ഏകോപിപ്പിക്കേണ്ടി വരും, കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. അതാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ 14 അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഈ 202.10 എന്ന് പറഞ്ഞില്ലേ, 202.10 എന്ന് പറയുമ്പോൾ PWDയിലുള്ള എല്ലാ വിങ്ങും, ഇലക്ട്രിക്കൽ വിങ് ഉണ്ട്, ഇലക്ട്രോണിക്സ് വിങ് ഉണ്ട്, അതുപോലെ സിവിലിനുണ്ട്. സിവിലിൽ തന്നെ കുറെ ഉണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്, ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഡിഫറെന്റ് എയിമാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ മെയിൻ ആയിട്ട് എന്താ ഓരോരോ രീതിയിൽ എന്താ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ അവർക്ക് ഏതൊക്കെയാണ് അപ്ലിക്കബിൾ, ഇപ്പൊ ഇലക്ട്രോണിക്സ് വിങ്ങിൽ ഏതൊക്കെയാണ് അപ്ലിക്കബിൾ, അവരെന്താ അതിനും കൂടി റെസ്പോൺസിബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിർമ്മാണം ഇപ്പൊ ഒരു വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ അതെന്താ അത് PWയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലം തന്നെയാണെന്നില്ല കാര്യം ഉറപ്പുവരുത്തണം. അതല്ല അവിടെ ഇലക്ട്രോണിക്സിനാണൊന്നും ചെയ്യാനില്ല, ഈ ഇലക്ട്രോണിക്സ് ഒന്നും ചെയ്യാനില്ല, അതെന്താ എയുടെ കൺസ്ട്രക്ഷൻ വിങ്ങിലേക്കുള്ള കാര്യമാണത്, അല്ലെ? അപ്പൊ അതേപോലെ ജസ്റ്റ് ജനറൽ ആയുള്ള കുറെ കാര്യങ്ങൾ, അതാണ് 202.10 എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏകദേശം ഒരു 50ഓളം ഉണ്ട്. ഒക്കെ ചിലപ്പോ നമുക്കിപ്പം വരാണെങ്കിൽ, ഇപ്പം നമ്മളിപ്പോ പറഞ്ഞല്ലോ ഉപയോഗശൂന്യമായ പിന്നെ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താ നീക്കം ചെയ്യണം. അത് നമ്മൾ ഇതിൽ വരുന്നുണ്ട്. അതെന്താ ഒരു ചിലപ്പോൾ ഇലക്ട്രോണിക്സിൽ വരുന്ന കാര്യമായിരിക്കാം, സിവിലിൽ വരുന്നതായിരിക്കാം, ഇലക്ട്രിക്കൽ വരുന്നതായിരിക്കാം. അതേപോലെ ഇപ്പം നമ്മുടെ സുപ്പീരിയർ ഓഫീസിന് ആവശ്യമായ റിപ്പോർട്ടുകൾ നൽകുക, അതൊക്കെ എല്ലാത്തിനും കോമൺ ആണ്. അതാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ നമ്മൾ അണ്ടറിലുള്ള ജീവനക്കാരന്റെ വർക്കുകൾ നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും. ഓക്കെ. അതേപോലെ നമ്മൾ താഴെ വർക്ക് ചെയ്യുന്നവരുടെ ആവശ്യമായ സ്ഥലങ്ങളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്താ പലതും ഓപ്പൺ ആയിട്ട് എല്ലാത്തിനും ചെയ്യാനുള്ള കാര്യം. ചിലപ്പോൾ എന്താ ഫീൽഡ് ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷന്റെ സമയത്തൊക്കെ അവിടെ ചെയ്യേണ്ടി വരാറില്ല. അതായത് നമ്മളൊരു സിമെന്റിന്റെ ആ ഒരു ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ കൺസ്ട്രക്ഷന്റെ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ എന്താ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അതെ, നമ്മളിപ്പോ ഒരു കോൺട്രാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും എക്സിക്യൂട്ടീവ് എഞ്ചിനോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം നമ്മൾ കോൺട്രാക്ടേഴ്സ് നമ്മൾ പറയേണ്ടി വരും. അത് ഇവിടെ ഒന്നും അപ്ലിക്കബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. അതേപോലെ എന്തെങ്കിലും ഒരു കരാർ കഴിഞ്ഞാൽ 10 ദിവസത്തിന് ശേഷം എന്താ സൈറ്റ് കൈമാറണം എന്നൊക്കെ പറയും. അതൊക്കെ നമ്മളെ സിവിലിന്റെ കേസിലൊക്കെ വരും. അങ്ങനെ കുറെ ഡ്യൂട്ടീസ് ഉണ്ട്. ഓക്കെ. മെയിൻ ആയിട്ട് എന്താ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എനിവേ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.